अथ श्री महाभारत कथा। अथ श्री महाभारत कथा। महाभारत कथा। महाभारत कथा। कथा है पुरुषार्थ की, स्वार्थ के परमार्थ की, सार्थ की जिसकी बने श्री कृष्ण भारत पार्थ की। शब्द दिग्घोषित हुआ जब सत्य साधक सर्वथा। शब्द दिग्घोषित हुआ यदा यदा हि धर्मस्य ग्लानिर्भवति भारत, अभ्युत्थानम् अधर्मस्य तदात्मानं सृजाम्यहम्, परित्राणाय साधूनां, विनाशाय च दुष्कृतां, धर्म संस्थापनार्थाय संभवामि युगे युगे। ഓം വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് മഹാഭാരതത്തില് അർദ്ധരാജ്യാഭിഷേകം എന്ന സംഭവപർവത്തിലെ ഭാഗമാണ് അനുസ്മരിക്കുന്നത്. പാണ്ഡവന്മാര് പാഞ്ചാലിയും കുന്തിയും ഒക്കെ ഒത്ത് ഹസ്തിനപുരത്തില് എത്തി. അങ്ങനെ കുറച്ച് നാളുകളൊക്കെ അവിടെ താമസിച്ചു കഴിഞ്ഞപ്പോൾ ഒരിക്കല് ധൃതരാഷ്ട്ര മഹാരാജാവ് പാണ്ഡവരും കൗരവരും ഒരുമിച്ച് താമസിച്ചു കഴിഞ്ഞാൽ തമ്മിലുള്ള സ്പർദ്ധ അല്ലെങ്കിൽ വൈര്യം വർദ്ധിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ധർമ്മപുത്രരെ വിളിച്ചിട്ട് പറയുകയുണ്ടായി, നിങ്ങൾ തമ്മിൽ ഛിദ്രമുണ്ടാകാനൊന്നും പാടില്ല. എൻ്റെ മക്കള് ദുരാത്മാക്കളാണ്, ഞാൻ പറഞ്ഞാല് കേൾക്കുന്നവരല്ല. അതുകൊണ്ട് നിങ്ങൾ കാണ്ഡവപ്രസ്ഥത്തെ നഗരിയാക്കിക്കൊണ്ട് രാജ്യത്തിൻ്റെ പകുതി ഭാഗത്തെ ഭരിക്കുക. ഇത് സ്വീകാര്യമാണോ എന്ന് കൃഷ്ണനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, എനിക്കതില് പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നും ഇല്ല. അങ്ങ് പഴയതുപോലെ പകുതി രാജ്യത്തെ പരിപാലിച്ചു കൊള്ളുക, എനിക്ക് ഒന്നിലും ഒരു മമതയുമില്ല എന്ന് ഭഗവാൻ പറയുകയുണ്ടായി. അങ്ങനെ പാണ്ഡവന്മാര് അവർക്കായിട്ട് ലഭിച്ച ആ കാണ്ഡവപ്രസ്ഥത്തിലേക്ക് എത്തിച്ചേരുന്നു. അവിടെ ആ സമയത്താണ് നാരദ മഹർഷി ധർമ്മപുത്രരെ കണ്ട് ഒരു സ്ത്രീ നിമിത്തം കലഹമൊന്നും ഉണ്ടാകരുത് നിങ്ങൾ തമ്മിൽ എന്ന് പാണ്ഡവരോട് പറഞ്ഞു. അതിനായിക്കൊണ്ട് അദ്ദേഹം ഒരു നിയമവുമൊക്കെ വയ്ക്കുന്നുണ്ട്. ഓരോ സംവത്സരവും ഓരോരുത്തരുടെ ഒപ്പമാണ് പാഞ്ചാലി വസിക്കേണ്ടത് എന്ന് പറയുന്നു. ഇനി ആ സമയത്ത് മറ്റാരെങ്കിലും അവിടേക്ക് ചെല്ലുന്നുവെങ്കിൽ ആ ചെല്ലുന്നയാൾ തീർത്ഥയാത്ര നടത്തുക വേണം. പണ്ട് സുന്ദരിയായിരിക്കുന്ന തിലോത്തമ നിമിത്തമായിക്കൊണ്ട് സുന്ദരന്മാരായിരുന്ന സുന്ദോപസുന്ദരന്മാര് തങ്ങളില് തല്ലി മരിച്ചു പോകാനായിട്ട് ഇടയായിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ തമ്മിൽ, സഹോദരന്മാർ തമ്മിൽ ഒരിക്കലും ഒരു മത്സരം ഉണ്ടാകരുത്, വൈര്യമുണ്ടാകരുത്. അപ്പോഴാണ് ആ കഥ കേൾക്കാനുള്ള ആഗ്രഹം ധർമ്മപുത്രരെ പ്രകടിപ്പിക്കുന്നതും നാരദ മഹർഷി ആ കഥയെ പറഞ്ഞു കൊടുക്കുന്നു. അടുത്ത ദിവസത്തിൽ നമ്മൾ ആ കഥയാണ് കേൾക്കുക.
അപ്പോൾ പഞ്ചപാണ്ഡവന്മാര് പാഞ്ചാലി എന്ന് പറയുന്ന ഒരു യുവതിയെ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവർ തമ്മിൽ ഒരിക്കലും ഒരു തരത്തിലുള്ള വൈരാഗ്യവും വൈരവും സഹോദരന്മാർ തമ്മിൽ ഉണ്ടാകരുത് എന്ന് കരുതിക്കൊണ്ട് നാരദ മഹർഷി അവരോട് പറയുന്നു, പാഞ്ചാലി ഓരോ വർഷവും ഓരോരുത്തരുടെ കൂടെ താമസിക്കട്ടെ. ആ സമയത്ത് ബാക്കിയുള്ളവരാരും ആ രണ്ടുപേരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലാനായിട്ട് പാടില്ല. ഇനി അഥവാ ആരെങ്കിലും അങ്ങനെ കടന്നു ചെല്ലുന്നുവെങ്കിൽ അവര് തീർത്ഥയാത്ര നടത്തുകയാണ് വേണ്ടത് പ്രായശ്ചിത്തമായിട്ട്. അപ്പൊ ഇങ്ങനെ ഇതിന് ആക്കം കൂട്ടുവാനായിക്കൊണ്ട്, അങ്ങനെ ചിലപ്പോൾ സംഭവിക്കാം എന്ന് ബോധിപ്പിക്കുവാനായിക്കൊണ്ടാണ് സുന്ദോപസുന്ദരന്മാരുടെ കഥ പറഞ്ഞു കൊടുക്കുന്നത്. നമുക്ക് അടുത്ത ദിവസത്തിൽ ആ കഥയാണ് കേൾക്കാനായിട്ട് സാധിക്കുക. എല്ലാവർക്കും ഭഗവത് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീകൃഷ്ണപാദാരവിന്ദാർപ്പണമസ്തു.